A integrated system of accounting എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം. ഒരു പക്ഷേ 2025-26 കാലഘട്ടത്തിൽ ലോകം മുഴുവനും ഈ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. എന്താണ് ശരിക്കും A integrated system of accounting? നമ്മൾ ശരിക്കും ഇന്ന് നിലവിൽ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഡെയിലി ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യണം. എന്നാൽ ബാക്കിയൊക്കെ നമുക്ക് സിസ്റ്റം തനിയെ തരിക ചെയ്യാം. അതേ സമയത്ത് A ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സിലാണ് നമ്മൾ അക്കൗണ്ട്സ് വർക്ക് ചെയ്യണമെങ്കിൽ ഡെയിലി ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ട, എൻ്റർ ചെയ്യേണ്ട. കാരണം നമ്മളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്കിൽ വരുന്ന ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ നമ്മളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ എൻട്രി തനിയെ സോഫ്റ്റ്വെയർ തന്നെ ചെയ്യും. നമുക്കറിയാൻ പറ്റും നമ്മുടെ ബിസിനസ്സിലെ പല ട്രാൻസാക്ഷൻസും ബാങ്ക് ത്രൂ ആയിരിക്കും. സാലറി കൊടുക്കുക, റെൻറ്റ് കൊടുക്കുക, പർച്ചേസ് ചെയ്യുക, സെയിൽസിൻ്റെ ഫണ്ട് വരിക, ഇതെല്ലാം നമുക്ക് കമ്മീഷൻ കിട്ടുക, ഇൻസെൻറ്റീവ് കിട്ടുക, ഇതെല്ലാം ബാങ്കിലേക്കായിരിക്കും വരിക. ബാങ്കിൽ വരുന്ന ഓരോ റെസിപ്റ്റും, ബാങ്കിൽ വരുന്ന ഓരോ പേയ്മെൻറ്റും, ദാറ്റ് മീൻസ് ബാങ്കിലെ കംപ്ലീറ്റ് വിഡ്രോവലും ബാങ്കിലെ കംപ്ലീറ്റ് ഡെപ്പോസിറ്റും അത് എന്താണെന്നുള്ളത് നമ്മളെ സോഫ്റ്റ്വെയർസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്ത് അതിൻ്റെ എൻട്രി സോഫ്റ്റ്വെയർസ് തന്നെ തനിയെ പാസ് ചെയ്യും. ദാറ്റ് ഈസ് A ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ചില ട്രാൻസാക്ഷൻസ് ഒക്കെ ക്യാഷ് ആയിരിക്കാം, ചില ട്രാൻസാക്ഷൻസ് ഒക്കെ ക്രെഡിറ്റിനാവാം. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്ന് പറയുന്ന OCR ടെക്നോളജി ആയിരിക്കും Aയിൽ യൂസ് ചെയ്യുക. OCR ടെക്നോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മളൊരു ഇമേജ് നമ്മളെ സോഫ്റ്റ്വെയർസിൽ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിൽ നമ്മളൊരു ഇമേജ് കൊടുക്കുകയാണെങ്കിൽ ആ ഇമേജ് സോഫ്റ്റ്വെയർസ് കറക്റ്റായിട്ട് റീഡ് ചെയ്യും. എന്നിട്ട് ആ ഇമേജിലെ ഡാറ്റ എന്താണെന്നുള്ളത് സോഫ്റ്റ്വെയർസ് തന്നെ മനസ്സിലാക്കി അതിൻ്റെ കൃത്യമായ എൻട്രി സോഫ്റ്റ്വെയർസ് തന്നെ പാസ് ചെയ്യും. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഒരു പർച്ചേസ് നടന്നു, അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ബാങ്കിലൂടെ പേയ്മെൻറ്റ് പോയിട്ടില്ല, ക്യാഷ് ട്രാൻസാക്ഷനും ഇല്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് എന്താ, പർച്ചേസ് നടത്തിയതിൻ്റെ ബില്ല് നമ്മുടെ കയ്യിലുണ്ടാവും. നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ബില്ല് നേരെ നമ്മളെ സോഫ്റ്റ്വെയർസിൽ OCR ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് സോഫ്റ്റ്വെയർസിന് കാണിച്ചു കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആ ഇമേജിലെ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ എൻട്രി, അതെന്താണ്, അത് പർച്ചേസ് ബില്ലാണ്, ഏതൊക്കെ ഐറ്റംസ് ആണ് അതിൽ പർച്ചേസ് ചെയ്തത്, ഓരോ ഐറ്റത്തിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഓരോന്നിൻ്റെയും റേറ്റ് എത്ര എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ സോഫ്റ്റ്വെയർസ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എൻട്രി തനിയെ സിസ്റ്റം തന്നെ പാസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ A സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ ഇന്ന് നിലവിൽ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്ന പല അക്കൗണ്ടന്മാരും ചെയ്യുന്ന പണികളൊക്കെ A സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പാടെ ഇല്ലാതാവും. ദാറ്റ് മീൻസ് ഡേ ബുക്ക് നമ്മൾ ചെയ്യേണ്ട, ലെഡ്ജർ നമ്മൾ ചെയ്യേണ്ട, ട്രയൽ ബാലൻസ് നമ്മൾ ചെയ്യേണ്ട, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ ചെയ്യേണ്ട. A വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബേസ് ലെവൽ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ പണി പോകും. A വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ലിനെ അക്കൗണ്ട്സ് മാനേജറായിട്ടോ, അക്കൗണ്ട്സ് അനലിസ്റ്റ് ആയിട്ടോ, ഫൈനാൻസ് മാനേജറായിട്ടോ നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ അപ്പ് ചെയ്യണം. ആ ലെവലിലുള്ള ട്രെയിനിങ് നിങ്ങൾ എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കമ്പനികളിലും ബിസിനസ്സിലും പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ A വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡെയിലി ട്രാൻസാക്ഷൻസ് അഥവാ ഡാറ്റ എൻട്രീസ് എല്ലാം ഓട്ടോമേറ്റഡ് ആവും. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടോമേറ്റഡ് ആവും. ഏത് റിപ്പോർട്ടും ഞൊടിയിടിയിൽ സോഫ്റ്റ്വെയർസ് നമുക്ക് തരും. സ്ട്രീം ലൈൻഡ് റിപ്പോർട്ടിംഗ് ആയിരിക്കും, എക്സ്പെൻസ് മാനേജ്മെൻറ്റ് വളരെ പ്രോപ്പർ ആയിരിക്കും, ഫ്രോഡ് ഡിറ്റക്ഷൻ വളരെ ഇഫക്റ്റീവായിട്ട് നടക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും A വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. Aയിലായിരിക്കും നമ്മൾ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് നമ്മളുടെ ശ്രദ്ധയും നമ്മളുടെ എക്സ്പീരിയൻസും നമ്മളുടെ സ്കില്ലും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. താങ്ക് യു.